പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആകുന്ന 2 ദിവസമാണ് മുഹറം 9, മുഹറം 10. നമ്മളിലേക്ക് കടന്നു വരുന്ന മുഹറം 10ൻ്റെ രാവ്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ വർഷം കിട്ടിയ വലിയൊരു സൗഭാഗ്യമാണ് വെള്ളിയാഴ്ച രാവും മുഹറം 10ൻ്റെ രാവും ഒരൊറ്റ രാവ് തന്നെയാണ്. അതായത് വെള്ളിയാഴ്ച പകലും മുഹറം 10ൻ്റെ പകലും ഒന്ന് തന്നെയാണ്. ഈ സമയങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട, പറയേണ്ട, അറിയേണ്ട, മനസ്സിലാക്കേണ്ട ഒരു കൂട്ടം ഇബാദത്തുകൾ, ഒരു കൂട്ടം ദിക്ർ, സ്വലാത്ത്, തസ്ബീഹ്, ഖുർആൻ ആയത്തുകൾ മൊത്തത്തിൽ നമുക്കൊന്ന് ചുരുക്കി പരിചയപ്പെടാം. ഒരുപാട് പേര് പരിഭവം പറയുന്നുണ്ട്, ഉസ്താദെ യൂട്യൂബ് തുറന്നാൽ നിങ്ങളെപ്പോലെ ഒരുപാട് പേര് മുഹറം 9ൻ്റെ ശ്രേഷ്ഠത, 10ൻ്റെ ശ്രേഷ്ഠത, ആ ദിക്ർ പറയുക, ഈ ദിക്ർ പറയുക, അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞ് ഒരുപാട് ഇബാദത്തുകൾ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഞങ്ങൾക്ക് ഇതെങ്ങനെ ചെയ്തു തീർക്കും? എൻ്റെ ഉമ്മമാരെ, എൻ്റെ സ്നേഹം നിറഞ്ഞ ഉപ്പമാരെ, നമുക്കെല്ലാവർക്കും കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യാൻ പറ്റിയ വലിയ കൂലി കിട്ടുന്ന അമലുകൾ ചുരുക്കിയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഒന്ന് കേട്ടു നോക്കൂ. എന്താണ് ഈ താസുആ എന്ന വാക്കിൻ്റെ അർത്ഥം? പലരും ചോദിക്കുന്നുണ്ട്. നാളെ ആശുറാഇൻ്റെ പകലാണ്. എന്താണ് ഈ ആശുറ എന്ന വാക്കിൻ്റെ അർത്ഥം? അധികമാരും കേൾക്കാത്ത ഈ വാക്കുകളുടെ രഹസ്യം ഒന്ന് കേട്ടാലോ? ഉമ്മമാര് മെൻസസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കിന്ന് നോമ്പ് പിടിക്കാൻ പറ്റിയിട്ടില്ല ഉസ്താദെ, എന്താണ് ചെയ്യുക? അതുപോലെ ഉപ്പമാർക്കും എന്തെങ്കിലും രോഗങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ നോമ്പ് അല്ലെങ്കിൽ നാളത്തെ നോമ്പ് പിടിക്കാൻ പറ്റാതെ പോകുന്നുണ്ടാവാം. ഞങ്ങൾ എന്ത് ചെയ്യും? ഈ നോമ്പൊക്കെ ഖളാ വീട്ടിയാൽ മതിയോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഇന്നത്തെ നോമ്പ് പിടിക്കാൻ പറ്റാത്തവർക്ക് നോമ്പ് പിടിച്ചതുപോലത്തെ കൂലി കിട്ടാൻ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ ഒന്ന് കേട്ടാലോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹ ആദരവ് നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കുമാറാവട്ടെ. എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു ഷിഫാ നൽകട്ടെ. നമ്മുടെയും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവരുടെയും, പ്രത്യേകിച്ച് നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെയും എല്ലാ വിധത്തിലുള്ള തെറ്റുകുറ്റങ്ങളും അള്ളാഹു അവൻ്റെ വിശാലമായ മഗ്ഫിറത്ത് കൊണ്ട്, മർഹമത്ത് കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് മഗ്രിബോട് കൂടി മുഹറം 10ൻ്റെ രാവിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ച രാവിലേക്കും നമ്മൾ പ്രവേശിക്കുന്നു. നാളെ വെള്ളിയാഴ്ച പകലാണ്. അതോടൊപ്പം തന്നെ അതിശ്രേഷ്ഠമായ മുഹറം 10ൻ്റെ പകലാണ്. അല്ലാഹു തആല നാളെയും നമുക്ക് എല്ലാവർക്കും നോമ്പെടുക്കാനും അതുപോലെ തന്നെ ഈ നോമ്പിൻ്റെയൊക്കെ പ്രതിഫലം പൂർണ്ണമായി കരസ്ഥമാക്കുവാനും റബ്ബ് തആല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉസ്താദ്, എന്താണ് ഈ താസുആ? ആശുറാ, താസുആ, ഇതൊരു അറബി വാക്കല്ലേ? ആ അറബി വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് പല ആളുകളും ചോദിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് മുഹറം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഉസ്താദെ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അവരോട് ആദ്യം പറയട്ടെ, മുഹറം എന്ന് പറഞ്ഞാൽ പവിത്രമായത്, പവിത്രമാക്കപ്പെട്ടത് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല 12 മാസങ്ങളിൽ 4 മാസങ്ങളെ പവിത്രമാക്കിയിട്ടുണ്ട്. ആ പവിത്രമാക്കപ്പെട്ട മാസങ്ങളിൽ ഒന്നാണ് മുഹറം. അങ്ങനെ പവിത്രമാക്കപ്പെട്ടത് കൊണ്ട് അള്ളാഹു വളരെയധികം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഈ മാസത്തിന് മുഹറം എന്ന പേര് വരാനുള്ള കാരണം. രണ്ടാമത്തെ ഒരു കാരണമായി ഉലമാക്കൾ നമുക്ക് പറഞ്ഞു തരുന്നത്, ശപിക്കപ്പെട്ട ഇബ്ലീസിനെ അല്ലാഹു തആല ലഅനത്തുല്ലാഹി അലൈഹി, അവൻ അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ നിന്നും ഇബ്ലീസിനെ പുറത്താക്കി, സ്വർഗ്ഗം ഇബ്ലീസിനെ ഹറാമാക്കിയത് കൊണ്ട്, ഹറാമാക്കപ്പെട്ടത് കൊണ്ടാണ് ഈ മാസത്തിന് അല്ലാഹു തആല മുഹറം എന്ന് പേര് വെക്കാനുള്ള കാരണം. അതായത് ഈ മുഹറം മാസത്തിലായിരുന്നു അല്ലാഹു തആല ഇബ്ലീസിനെ സ്വർഗ്ഗത്തിൽ നിന്നും പുറത്താക്കിയത്. അപ്പോൾ ഈ മാസത്തിന്, മുഹറം മാസത്തിന് മുഹറം എന്ന് പേര് വരാനുള്ള 2 കാരണം. ഇനി നിങ്ങൾ ചോദിച്ചതുപോലെ, പല ആളുകളും ചോദിച്ചതുപോലെ, ഉസ്താദേ ഇന്നത്തെ നോമ്പ് താസുആയിൻ്റെ നോമ്പാണല്ലോ, എന്താണ് ഈ താസുആ? താസുആ എന്ന് പറഞ്ഞാൽ 9ാമത്തെ ദിവസം എന്നാണ് അർത്ഥം. മലയാളത്തിൽ നമ്മൾ 1, 2, 3, 4, 5, 6, 7, 8, 9 ഇതുപോലെ അറബിയിൽ വാഹിദ്, ഇസ്നാനി, സലാസ, അർബ, ഖംസ, സിത്ത, സബ, സമാനിയ, തിസ്അ, അശറ. ഈ തിസ്അ അതായത് 9, ആ തിസ്അ 9ാമത്തെ ദിവസം, അതായത് താസുആ, 9ാമത്തെ ദിവസം എന്ന അർത്ഥമാണ് ഈ താസുആ എന്ന അറബി വാക്കിൻ്റെ അർത്ഥം. അല്ലാതെ വല്ല നമ്മൾ ചിന്തിച്ച പോലെ എന്തോ വലിയ കാര്യം ഒന്നുമല്ല. 9ാമത്തെ ദിവസം
അതായത് മുഹറം മാസത്തിൻ്റെ 1, 2, 3, 4, 5, 6, 7, 8, 9 ദിവസത്തിലാണ് നമ്മളുള്ളത്. അതുകൊണ്ടാണ് ഇതിന് എന്ത് പേര് വെച്ചത്? താസുആ എന്ന് പേര് വെച്ചത്. എന്നാൽ ആഷൂറാ 1 മുതൽ നമ്മൾ എണ്ണി ഇങ്ങനെ വരുമ്പോൾ അറബിയിൽ 10 പറയുന്ന പേരാണ് ആഷാറ. അപ്പോൾ നമ്മൾ എന്ത് പറയുന്നു? ആഷൂറ 10ാമത്തെ ദിവസം. എന്നാൽ ഈ 10ാമത്തെ ദിവസത്തിന് ആഷൂറ എന്ന് പേര് വരാൻ മറ്റ് കാരണങ്ങളുണ്ട്. മറ്റ് 2 കാരണമുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് നാളത്തെ വീഡിയോയിൽ പറയാം. ഇന്നത്തേത് താസുആ ആണ്, അതായത് മുഹറം 9 ആണ്, അതായത് 9ാമത്തെ ദിവസം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ഇന്നത്തെ ദിവസം ഒരു സമ്മാനം എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഞാൻ തരുകയാണ്. എന്താണ് സമ്മാനം? ഇന്നത്തെ മഗ്രിബിന് മുമ്പ് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു ദുആ പറഞ്ഞാൽ അവനിക്ക് കിട്ടാൻ പോകുന്നത് ഒരു വമ്പൻ പ്രതിഫലമാണ്. ആദ്യം പ്രതിഫലം പറയാം. ഒരു ആ ദുആ പറഞ്ഞു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ, പ്രയാസം വന്നാൽ അള്ളാന്റെ റസൂൽ പറഞ്ഞിരുന്ന ദുആയാണ്. നബിതങ്ങൾക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ മുത്തായ റസൂൽ ഈ ദുആ പറയുമായിരുന്നു. മുത്തായ ഹബീബ് ഈ ദുആ പറയും. എന്നിട്ട് മറ്റ് സ്വഹാബിമാർ എന്തെങ്കിലും ഒരു പ്രശ്നവുമായി വന്നാൽ അവർക്ക് ഈ ദുആ പറഞ്ഞു കൊടുക്കും. നിങ്ങളും പറയുമെന്ന് പറയും. ഇന്ന് പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ 2ാമത്തെ വെള്ളിയാഴ്ച രാവാണ്. മുഹറം 10 ആഷുറാഇൻ്റെ രാവാണ്. ഇന്ന് വളരെയധികം ശ്രേഷ്ഠമുള്ള ദിവസമാണ്. വ്യാഴാഴ്ച നമ്മളൊക്കെ നോമ്പുകാരാണ്. ഇന്നത്തെ നമ്മുടെ ദുആ സ്വീകരിക്കണം. അതിനെന്ത് ചെയ്യുക? ദുആ ചെയ്യുന്നതിന് മുമ്പ് ഇനി നമ്മൾ പറയാൻ പോകുന്ന ഈ ഒരു ദുആ നിങ്ങൾ 3 പ്രാവശ്യം പറഞ്ഞിട്ട് ദുആ ചെയ്താൽ, എൻ്റെ ഉമ്മമാരെ, എൻ്റെ ഉപ്പമാരെ, നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. നമ്മുടെ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റുന്നതാണ്. പ്രശ്നങ്ങൾ അല്ലാഹു തആല മാറ്റുന്നതാണ്. കടങ്ങൾ മാറ്റിത്തരുന്നതാണ്. ഒരുപാട് പൈസ കടം കൊടുത്തിട്ടുണ്ട് ഉസ്താദെ, തിരിച്ചു കിട്ടിയിട്ടില്ല. ആ കൊടുത്ത പൈസ അല്ലാഹു തആല വേഗത്തിൽ നമുക്ക് തിരികെ തരുന്നതാണ്. അതുപോലെ വീടില്ലാത്തവരുണ്ട്, വീട് കിട്ടണോ. ജോലിയില്ലാത്തവരുണ്ട്, ജോലി കിട്ടണോ. മക്കളില്ലാത്തവരുണ്ട്, മക്കളെ കിട്ടണോ. ഹൈറായ മക്കളെ കിട്ടണോ. അതുപോലെ മക്കൾ അനുസരണയില്ല ഉസ്താദെ, മക്കളുടെ ദുസ്വഭാവം, ഭാര്യയുടെ ദുസ്വഭാവം, ഭർത്താവിൻ്റെ ദുസ്വഭാവം, അതൊക്കെ മാറണോ. അതുപോലെ തന്നെ വലിയ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, മാറാ രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്, ആ രോഗങ്ങൾ മാറണോ. അതുപോലെ ജോലിക്ക് വേണ്ടി തയ്യാറാകുന്നുണ്ട്, ഇന്റർവ്യൂവിന് തയ്യാറാകുന്നുണ്ട്, അതൊന്ന് ഹൈറായി കിട്ടാൻ. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർ, ജോലിയിൽ ബർക്കത്തുണ്ടാവാൻ. പ്രവാസികളായ ആളുകളുണ്ട്, അവരുടെയൊക്കെ എല്ലാ കാര്യങ്ങളും എല്ലാ സലാമത്തും ഉണ്ടാവാൻ. നമ്മുടെ കണ്ണേറ്, സിഹർ അതൊക്കെ ബാധിച്ച ആളുകൾക്ക് എല്ലാ വിധത്തിലുള്ള ഷിഫാവും കിട്ടാൻ. എല്ലാത്തിനും മൊത്തത്തിലുള്ള ഒരു മരുന്നാണ്. പ്രത്യേകിച്ച് ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ എന്ത് രോഗത്തിനും ഡോക്ടർ എഴുതുന്ന 1ാമത്തെ മരുന്ന് പാരസെറ്റാമോളാണ്. ചുമയാണെങ്കിലും പനിയാണെങ്കിലും അതൊരു എന്താ പറയുക, ഒരു കോമൺ മെഡിസിനായി പാരസെറ്റാമോൾ മാറി. എന്നതുപോലെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പരിഹാരമായി അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരുന്ന, നബി തങ്ങൾ പഠിപ്പിച്ച ഒരു ദുആയുണ്ട്. ഈ ദുആ പറഞ്ഞിട്ട് ഇന്നത്തെ ദിവസം ആരെങ്കിലും ഹൃദയം തട്ടി ദുആ ചെയ്താൽ അള്ളാഹു ആ ദുആ സ്വീകരിക്കുന്നതാണ്. ഏതാണ് ആ ദുആ എന്നറിയോ? ഏതാണ് ആ ദുആ? നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർളി വ റബ്ബുൽ അർശിൽ കരീം. ഈ ഒരു ദുആ, ഈ ദുആഇൻ്റെ പേര് ദുആ ഉൽ കർബ് എന്നാണ്. ദുആ ഉൽ കർബ് എന്നാണ്. ഈ ദുആ ഉൽ കർബ് 3 പ്രാവശ്യം ഒരു മനുഷ്യൻ മനസ്സിൽ തട്ടിയിട്ട് പറഞ്ഞ് അവൻ ദുആ ചെയ്താൽ അവൻ്റെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. പ്രത്യേകിച്ച് നമ്മൾ നോമ്പുകാരാണ്. ഇന്ന് താസ്വാഇൻ്റെ ദിവസമാണ്, ഇന്ന് ആഷുറാഇൻ്റെ രാവാണ്, വെള്ളിയാഴ്ച രാവാണ്. അല്ലാഹു തആല നമ്മുടെ ദുആ സ്വീകരിക്കുന്നതാണ്. ദുആ സ്വീകരിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഈ ദുആ ഉൽ കർബിൻ്റെ ഉമ്മമാർക്കറിയാം, എൻ്റെ ഉപ്പമാർക്കറിയാം, എങ്കിലും ഒന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. ഈ ദുആ ഉൽ കർബ് മറന്നു പോവണ്ട. ഒന്നുകൂടി പറഞ്ഞു തരാം. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം. ഇപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഒന്ന് ഓർക്കെ പറഞ്ഞേ, എല്ലാവരും ഒന്നിച്ച് പറ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർളി വ റബ്ബുൽ അർശിൽ കരീം. അതിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകും. എന്താ? 3 വചനങ്ങൾ. 1ാമത്തെ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, സഹനശക്തിയുള്ള മഹാനായ ഉന്നതനായ അല്ലാഹുവേ, നീയല്ലാതെ ഒരു ആരാധനക്കർഹനുമില്ല അല്ലാഹ്. ഇതൊക്കെ ഒരു മനുഷ്യൻ മനസ്സിൽ തട്ടിയിട്ട് പറഞ്ഞ എത്ര വലിയ കൂലിയാണ്.
അല്ലാഹുവേ സഹനശക്തിയുള്ള അല്ലാഹ്, മഹാനായ റബ്ബേ, നീയല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, മഹത്തായ അർശിന്റെ ഉടമസ്ഥനായ അല്ലാഹുവേ, നീയല്ലാതെ ആരാധനക്കർഹനില്ല. മൂന്നാമത്തെ സെന്റൻസ്, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം, മഹത്തായ അർശിന്റെ ആകാശഭൂമികളുടെ ഉടമസ്ഥനായ അല്ലാഹുവേ, നീയല്ലാതെ ഒരു ആരാധനക്കർഹനുമില്ല. നീയാണ് ഞങ്ങളുടെ ദുആ സ്വീകരിക്കേണ്ടത്, നീയാണ് ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകേണ്ടത്, ഞങ്ങളുടെ രോഗങ്ങൾക്ക് ശിഫ നൽകേണ്ടത് നീയാണ്. ഇതാണ് അതിൻ്റെ മൊത്തത്തിലർത്ഥം. ഒന്നുകൂടി പറയാം, ഒന്നുകൂടി എല്ലാവരും പറഞ്ഞേ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ഈ ഒരു ദുആ ഉൽ ഖർബ് 3 പ്രാവശ്യം ഒരു മനുഷ്യൻ നെഞ്ചിൽ തട്ടിയിട്ട്, മനസ്സിൽ തട്ടിയിട്ട് പറഞ്ഞ് അവൻ അല്ലാഹുവിലേക്ക് ദുആ ചെയ്താൽ ആ ദുആ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. പരിപാവനമായ വെള്ളിയാഴ്ച രാവ് നമ്മളിലേക്ക് വരികയാണ്. ആശുറാഇന്റെ രാവാണ് ഇന്നത്തെ മഗ്‌രിബോടുകൂടി കയറി വരുന്നത്. അതുകൊണ്ട് ഈ ദുആ നമ്മൾ നല്ലതുപോലെ പറഞ്ഞിട്ട് ദുആ ചെയ്താൽ അല്ലാഹു ആ ദുആ സ്വീകരിക്കും. യാതൊരു തടസ്സവുമില്ല, യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഇന്നത്തെ പകലിൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയൊരു അമല് ഈ ദുആ ഉൽ ഖർബ് അധികരിപ്പിക്കുക, ഒരുപാട് കണ്ട് പറയുക. പല ഉമ്മമാർക്കും പ്രയാസമുണ്ട്, പല ഉപ്പമാർക്കും പ്രയാസമുണ്ട്. ഉസ്താദെ, ഉമ്മമാർ മെൻസസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കിന്ന് നോമ്പ് പിടിക്കാൻ പറ്റിയിട്ടില്ല ഉസ്താദെ, എന്താണ് ചെയ്യുക? ഞങ്ങൾക്ക് ഈ നോമ്പ് പിന്നീട് ഖളാ വീട്ടാൻ പറ്റുമോ? അതുപോലെ ഉപ്പമാർക്കും എന്തെങ്കിലും രോഗങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ നോമ്പ് അല്ലെങ്കിൽ നാളത്തെ നോമ്പ് പിടിക്കാൻ പറ്റാതെ പോകുന്നുണ്ടാവാം. ഞങ്ങൾ എന്ത് ചെയ്യും? ഈ നോമ്പൊക്കെ ഖളാ വീട്ടിയാൽ മതിയോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് വേണ്ടി ഒരു 3 കാര്യം പറഞ്ഞു തരാം. ഇന്നത്തെ നോമ്പ് പിടിക്കാൻ പറ്റാത്തവർക്ക് നോമ്പ് പിടിച്ചതുപോലത്തെ കൂലി കിട്ടാൻ 3 കാര്യം ചെയ്യുക. അത് ആണും ശ്രദ്ധിക്കുക, പെണ്ണും ശ്രദ്ധിക്കുക. ഒന്നാമത്തേത്, ഈ നോമ്പ് നിങ്ങൾക്ക് ഖളാ വീട്ടാവുന്നതാണ്. അല്ലെങ്കിൽ നാളെ മുഹറം 10ൻ്റെ നോമ്പാണ്, നോമ്പ് പിടിക്കാൻ പറ്റിയില്ല എങ്കിൽ മറ്റൊരു ദിവസം, മറ്റത് മുഹറത്തിൽ തന്നെ ആവണമെന്നില്ല, മറ്റൊരു മുഹറമിന് കഴിഞ്ഞ് സഫർ ആവട്ടെ, റബീഉൽ അവ്വൽ ആവട്ടെ, ആ സമയത്തൊക്കെയാണ് നമ്മുടെ രോഗങ്ങൾ മാറിയത്, അല്ലെങ്കിൽ നമ്മുടെ പ്രയാസങ്ങൾ മാറി നമുക്ക് നോമ്പ് പിടിക്കാനുള്ള ഒരു ശാരീരിക ക്ഷമത വന്നത്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഈ നോമ്പ് ഖളാ വീട്ടാം. എങ്ങനെ? അല്ലാഹുവേ, ഈ വർഷം മുഹറം 9 എനിക്ക് നോമ്പ് പിടിക്കാൻ പറ്റിയില്ല, എനിക്ക് പിടിക്കാൻ പറ്റാതെ പോയ മുഹറം 9ൻ്റെ താസുആഇൻ്റെ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിച്ചു വീടുന്നു എന്ന് നിയ്യത്ത് കരുതി മറ്റൊരു പ്രാവശ്യം ഈ നോമ്പ് നിങ്ങൾക്ക് ഖളാ വീട്ടാവുന്നതാണ്. ആ നോമ്പ് ഖളാ വീട്ടുമ്പോൾ ഇതുപോലത്തെ പ്രതിഫലം അല്ലാഹു നൽകുന്നതാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഈ നോമ്പ് നിങ്ങൾക്ക് ഇന്നത്തെ നോമ്പ് പിടിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നാളത്തെ നോമ്പ് നിങ്ങൾക്ക് പിടിക്കാൻ പറ്റില്ല, കാരണം നിസ്കാരമില്ല, അതായത് മെൻസസ് ഉള്ള ഉമ്മമാരാണ്. അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യുക? നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രത്യേകം ജാഗ്രതയോടുകൂടി ചെയ്യുക. നമുക്കല്ലേ നോമ്പില്ലാത്തതുള്ളൂ. നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭർത്താവ് ഉണ്ടാവും, നമ്മുടെ മക്കളുണ്ടാവും, നമ്മുടെ ഉമ്മ വാപ്പ സഹോദരന്മാർ നമ്മുടെ കുടുംബാദികൾ എല്ലാവരും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവർക്ക് വേണ്ടിയുള്ള നോമ്പ് തുറ വിഭവങ്ങൾ അത് തയ്യാറാക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയാൽ ഇൻഷാ അല്ലാഹ് ഈ ഇന്നത്തെ നോമ്പ് ആരൊക്കെ പിടിച്ചിട്ടുണ്ടോ, ആരൊക്കെ നിങ്ങളുടെ ഭക്ഷണം കൊണ്ട് നോമ്പ് തുറക്കുന്നുണ്ടോ, അവരുടെ നോമ്പിൻ്റെ കൂലി പോലോത്തത് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കാരണം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു ഹദീസിൽ, ഒരു മനുഷ്യൻ നോമ്പ് തുറപ്പിച്ചാൽ ആ നോമ്പുകാരന് കിട്ടുന്നത് പോലോത്ത ഒരു പ്രതിഫലം ഈ നോമ്പ് തുറപ്പിച്ച ആൾക്കും അല്ലാഹു കൊടുക്കും. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. മെൻസസ് ഉള്ള ഉമ്മമാരുണ്ട്, ഇന്ന് നിസ്കാരമില്ലാത്ത ഉമ്മമാരുണ്ട്, നോമ്പ് പിടിക്കാൻ പറ്റാതെ പോകുന്ന സഹോദരിമാരുണ്ട്. അവർക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ കാര്യമാണ് ഇന്നത്തെ നോമ്പ് തുറ വിഭവം. എന്തിന്? അറ്റ്ലീസ്റ്റ് ഒരു നാരങ്ങ വെള്ളമെങ്കിലും കലക്കിയാൽ മതി. സോ അത് ഞങ്ങൾ പൊറോട്ടയൊക്കെ ഞങ്ങൾ വാങ്ങുകയാണ്, പത്തിരി പുറത്തുനിന്ന് വാങ്ങുകയാണ്, ഇറച്ചിക്കറി വാങ്ങുകയാണ്, ആയിക്കോട്ടെ, ഒന്ന് അറ്റ്ലീസ്റ്റ് ഒരു നാരങ്ങ വെള്ളം വേണ്ട, ഒരു കാരക്ക. നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളുണ്ടാവും, അവർക്കൊരു കാരക്കയെങ്കിലും നോമ്പ് തുറക്കാൻ നമ്മുടെ കൈകൾ കൊണ്ടെടുത്ത് കൊടുത്താൽ അവർ പിടിച്ച നോമ്പിൻ്റെത് പോലോത്ത ഒരു പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നതാണെന്ന് മഹത്തുക്കളായ ഉലമാക്കൾ പറഞ്ഞു തരുകയാണ്. മൂന്നാമത്തെ കാര്യം, ഇന്ന് നോമ്പ് പിടിക്കാൻ പറ്റാതെ പോകുന്നവരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇന്നത്തെ പകലിൽ നിങ്ങളും നോമ്പുകാരെ പോലെ ആവുക. പരസ്യമായി ഭക്ഷണം കഴിക്കാതിരിക്കുക, അതുപോലെ തന്നെ നോമ്പുകാരെ പോലെ നിങ്ങളും കഴിയുക.
ഇതെന്താണ്? ഇന്നത്തെ ദിവസം നോമ്പ് പിടിക്കാൻ പറ്റാത്തവർ ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം. അപ്പോൾ 3 കാര്യം പറഞ്ഞു. ഒന്നാമത്തെ, ഈ നോമ്പ് നിങ്ങൾക്ക് ഖളാ വീട്ടാം. രണ്ടാമത്തേത്, ഇന്ന് നോമ്പ് തുറ വിഭവങ്ങളുമായി ബന്ധപ്പെട്ട്, നോമ്പ് തുറയുമായി ബന്ധപ്പെട്ടൊന്ന് നിങ്ങളൊന്ന് വളരെയധികം ജാഗ്രതയോടുകൂടി തയ്യാറാക്കുക. മൂന്നാമത്തേത്, നോമ്പുകാരെ പോലെ ഇന്നത്തെ പകൽ നിങ്ങൾ കഴിയുക. ഈ 3 കാര്യം ശ്രദ്ധിച്ചാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇന്നത്തെ നോമ്പ് പിടിക്കുന്ന ആളുകളുടെ കൂലി പോലൊത്തൊരു കൂലി അള്ളാഹു നൽകും. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് എന്ത്? ഇന്നത്തെ പകലിൽ പരമാവധി നിങ്ങൾ ദിക്റുകളിലും സ്വലാത്തുകളിലും ദുആകളിലും ഇസ്തിഗ്ഫാറിലുമായി കഴിഞ്ഞുകൂടുക. 4 കാര്യം. ഒന്ന് ദുആ, സ്വലാത്ത്, ഇസ്തിഗ്ഫാർ, ദുആ. ഈ 4 കാര്യവും വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. ഏതായാലും നമുക്ക് നിസ്കരിക്കാൻ പറ്റില്ല, ഖുർആൻ ഓതാൻ പറ്റില്ല. അപ്പോൾ ഈ 4 കാര്യം അധികരിപ്പിക്കുക. ഇന്നത്തെ താസുആഇന്റെ ഈ നോമ്പിന്റെ പകൽ, അതുപോലെ ഇന്നത്തെ മഗ്രിബോടുകൂടി നമ്മളിലേക്ക് കടന്നു വരുന്ന രാവ്, നാളത്തെ ആശുറാഇന്റെ പകൽ, ഈ സമയങ്ങളിലെല്ലാം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആ നമ്മൾ അധികരിപ്പിക്കണേ. പ്രത്യേകിച്ച് ഇന്നത്തെ രാവ് നമ്മൾ ഹയാത്താക്കാൻ പ്രത്യേകം സന്നദ്ധരാവുക. ഹയാത്താക്കുമെന്ന് പറഞ്ഞാൽ ഉറക്കം ഒഴിച്ചിരിക്കണം എന്നല്ല ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇന്നത്തെ രാവ് എന്ന് പറഞ്ഞാൽ വളരെ ശ്രേഷ്ഠതയുള്ള രാവാണല്ലോ. മുഹറം 10ന്റെ രാവാണ്, അതുപോലെ ആശുറാഇന്റെ രാവാണ്, അതുപോലെ തന്നെ മുഹറം മാസത്തിന്റെ 2ാമത്തെ വെള്ളിയാഴ്ച രാവാണ്. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരും ഉപ്പമാരും ഇന്നത്തെ രാത്രി ഹയാത്താക്കണം. ഹയാത്താക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം ഇന്നത്തെ മഗ്രിബ്, ഇന്നത്തെ ഇശാ, അതിൻ്റെ ജമാഅത്ത് കൃത്യമാക്കുക, ജമാഅത്തായി നിസ്കരിക്കാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഇന്നത്തെ മഗ്രിബിന് ശേഷമുള്ള, ഇശാക്ക് മുമ്പും ശേഷമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ, പ്രത്യേകിച്ച് വിത്ർ നിസ്കാരം, അതുപോലെ രാത്രിയിലുള്ള തഹജ്ജുദ് നിസ്കാരം, അതൊക്കെ പ്രത്യേകം നിസ്കരിക്കാൻ തയ്യാറാവുക. ഇതൊക്കെ എന്താണ്? ഹയാത്താക്കലിൽ പെട്ടതാണ്. പിന്നെ കഴിയുന്നത് പോലെ നമുക്ക് അറിയാവുന്ന ദിക്റുകൾ പറയുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ ദിക്ർ നമ്മൾ മറന്നു പോകരുത്. ഇന്നത്തെ പകലിലും നമ്മളിലേക്ക് വരുന്ന ഈ രാവിലും അതുപോലെ നാളത്തെ പകലിലും എന്ത് പറയണം? ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഈ ദിക്ർ നമ്മൾ മുറുകെ പിടിക്കുക. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും മല പോലെ വരുന്ന, അതുപോലെ തന്നെ പാറ പോലെ ഉറച്ചു നിൽക്കുന്ന ഏത് പ്രതിസന്ധികളും ഏത് ഊരാ കുടുക്കുകളും അല്ലാഹു തആല അഴിച്ചു നൽകുന്ന എല്ലാ വിധത്തിലുള്ള സംരക്ഷണ കവചങ്ങളും അല്ലാഹു നമുക്ക് നൽകുന്ന ഒരു വലിയ അത്ഭുതങ്ങൾ നിറഞ്ഞ ദിക്റാണ് ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. എനിക്ക് എൻ്റെ റബ്ബ് മതി, ഞാൻ തവക്കുലാക്കുകയാണ്. എൻ്റെ കാര്യങ്ങൾ ഭരമേൽപ്പിക്കാൻ, എൻ്റെ കാര്യങ്ങൾ തുറന്നു പറയാൻ അല്ലാഹു ഞങ്ങൾക്ക് മതിയായവനാണ് എന്നാണ് ആ ദിക്റിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഈ ഹസ്ബുനല്ലാഹ് എന്ന ദിക്ർ നമ്മൾ മുറുകെ പിടിക്കുക. ഇപ്പോൾ തന്നെ നമുക്കൊന്ന് പറഞ്ഞാലോ? ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. നിങ്ങളും ചൊല്ലിക്കോ, എല്ലാവരും ഒന്നിച്ചു ചൊല്ലുക. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഈ ദിക്ർ ഇങ്ങനെ നമ്മൾ മുറുകെ പിടിക്കുക. ഇന്നത്തെ പകല്, ഇന്നത്തെ രാവ്, അതുപോലെ നാളത്തെ പകൽ ഒക്കെയായി, അതുപോലെ ഈ മുഹറം മാസത്തിലും അല്ലാത്ത മാസത്തിലും സമയത്തിലൊക്കെ നമുക്ക് ചൊല്ലാൻ പറ്റിയ ഒരു ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഒരു ദിക്റാണ് ഈ ദിക്ർ. ഇത് മറന്നു പോവണ്ട. അതുപോലെ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ വളരെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ദിക്റാണ്. ഈ ദിക്ർ നിങ്ങൾ പറയാൻ ശ്രമിക്കണേ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അതുപോലെ തന്നെ ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അതും പറയാൻ ശ്രമിക്കണേ. പിന്നെ മഗ്രിബിന് മുമ്പ് ഒരു 33 പ്രാവശ്യം അല്ലെങ്കിൽ കുറഞ്ഞതൊരു 11 പ്രാവശ്യമെങ്കിലും സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്ന ദിക്റുകൾ, അതുപോലെ സ്വലാത്തുകൾ, അതുപോലെ തന്നെ തസ്ബീഹുകൾ നിങ്ങൾ അധികരിപ്പിക്കണേ. അതുപോലെ തന്നെ പറ്റുന്ന പ്രാവശ്യം ആയത്തുൽ കുർസി, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തു തൗബയുടെ അവസാനത്തെ 2 ആയത്തുകൾ, ലഖദ് ജാഅക്കും എന്ന് തുടങ്ങുന്ന ആയത്തുകൾ, അതൊക്കെ പരമാവധി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഇന്നത്തെ നോമ്പുതുറ വലിയൊരു റാഹത്തായ നോമ്പുതുറയാക്കണം. എന്ന് വെച്ചാൽ ഒരുപാട് ഭക്ഷണ സാധനങ്ങളൊക്കെ വലിച്ചു വാരി വാങ്ങിയിട്ട് അതൊക്കെ കുറച്ച് കഴിച്ച് വേസ്റ്റാക്കണമെന്നല്ല, ഒരു വിശാലത. നാളത്തെ നോമ്പുതുറയേക്കാൾ കൂടുതൽ ശ്രേഷ്ഠത ഇന്നത്തെ നോമ്പ് തുറക്കാൻ. അതിൻ്റെ കാരണം എന്താണ്? ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഇന്നും കേട്ടോ. ഇന്നലത്തെ വീഡിയോ കേൾക്കാത്തവരുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ കേട്ടോ. ഇന്നത്തെ നോമ്പ് തുറക്കുള്ള ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ
നമ്മൾ ഈ നോമ്പ് തുറക്കുന്നത് എപ്പോഴാണ്? നോമ്പ് തുറക്കുന്നത് മഗ്രിബ് ബാങ്ക് വിളിച്ചതിന് ശേഷമാണ് നമ്മൾ നോമ്പ് തുറക്കുക. അതായത് മഗ്രിബിൻ്റെ സമയമായതിനു ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക? കാരക്കയോ വെള്ളമോ കൊണ്ട് നമ്മൾ നോമ്പ് തുറക്കുക. അപ്പോൾ ഇന്നത്തെ മഗ്രിബ് ബാങ്ക് വിളിക്കുമ്പോൾ തന്നെ നമ്മൾ എങ്ങോട്ട് പ്രവേശിച്ചു? പരിശുദ്ധമായ ആഷുറാഇൻ്റെ മുഹറം 10 ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. അറബി കണക്ക് പ്രകാരം ഇന്നത്തെ മഗ്രിബോട് കൂടി നമ്മൾ എങ്ങോട്ട് പ്രവേശിക്കുന്നു? ആഷുറാഇൻ്റെ ദിവസത്തിലേക്ക്, അതിൻ്റെ രാവിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ നോമ്പ് തുറ ഒരു വിശാലമായ നോമ്പ് തുറയാക്കുക. മക്കളോട് ചോദിക്കുക, മോനെ എന്ത് വേണം, മോളെ എന്ത് വേണം, എനിക്ക് അൽഫാം വേണമെങ്കിൽ മന്തി വേണം, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് കയ്യിലൊതുങ്ങുന്നത്, നമുക്ക് വാങ്ങാൻ പറ്റുന്നത്, വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നത് അത് വാങ്ങിക്കൊടുക്കുക. കാരണം കുടുംബത്തിൽ വിശാലത ചെയ്താൽ അല്ലാഹു തആല ഇനിയുള്ള ഒരു വർഷം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ വിശാലത ചെയ്യുമെന്ന് ഒരു ഹദീസിൻ്റെ ആശയത്തിൽ കാണാം. അതുകൊണ്ട് മടി തോന്നണ്ട. അനാവശ്യമായ ഒരുപാട് പൈസ മുടക്കുന്നവരല്ലേ നമ്മൾ. ഇന്നത്തെ നോമ്പ് തുറക്ക് ഒരു കടി കൂടുതൽ മധുര പലഹാരങ്ങൾ, അതുപോലെ ജ്യൂസുകൾ, അതുപോലെ ചിക്കനും മട്ടനും ഒക്കെ നമുക്ക് പറ്റുന്നതാണെങ്കിൽ, വീഡിയോയിൽ ഉസ്താദ്, ഇന്നത്തെ ന്യൂസിലാൻഡിൽ ഉസ്താദ് മട്ടൻ വാങ്ങാൻ പറഞ്ഞു, അതുകൊണ്ട് അങ്ങനെയൊന്നുമല്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ നമുക്ക് നമ്മുടെ കുടുംബത്തിന് വിശാലത ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നോമ്പുതുറ ഒരു ലാവിശായ നോമ്പുതുറയാക്കിയാൽ അൽഹംദുലില്ലാഹ് എന്താ കിട്ടുക? ഈ വർഷം മുഴുവനും അല്ലാഹു തആല നമുക്ക് വിശാലത ചെയ്യുമെന്നാണ്, അല്ലാഹു തആല വിശാലമാക്കി തരുമെന്നാണ്. അതുകൊണ്ട് ആ ഒരു കാര്യം മറന്നുകൊണ്ട് അതൊരു സുന്നത്ത് കൂടിയാണ്. ഒരു മുഅ്മിനായ മനുഷ്യന് ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പറ്റാത്ത അസുലഭ മുഹൂർത്തമാണ് ഇന്നത്തെ രാവ് എന്ന് പറയുന്നത്. കാരണം ഇന്ന് മുഹറം 10 രാവാണ്, ആഷുറാഇൻ്റെ രാവാണ്, അതുപോലെ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ രാവാണ്, വെള്ളിയാഴ്ച രാവാണ്. ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ വലിയ ശ്രേഷ്ഠതയുള്ള രാവാണ് എൻ്റെ മുഅ്മിനീങ്ങളെ. ഇന്നത്തെ രാവിൽ നമ്മൾ കരഞ്ഞ് ദുആരക്കണേ, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണേ, ദുആ അധികരിപ്പിക്കണേ. ഒരുപാട് നമുക്കറിയാവുന്ന ഒരുപാട് ദുആകളുണ്ട്. ആ ദുആകൾ അറബിയിൽ അറിയാവുന്നവർ അറബിയിൽ പറയുക. 100 നീറുന്ന പ്രശ്നങ്ങൾ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അതൊക്കെ അള്ളാഹുവിനോട് മലയാളത്തിൽ പറഞ്ഞാൽ മതി. അതൊക്കെ പടച്ചവനോട് ഏറ്റു പറഞ്ഞ് ഇന്നത്തെ രാത്രി നമ്മൾ അശ്രദ്ധമായി കിടന്നുറങ്ങരുതേ. ഉറങ്ങുന്നതിന് മുമ്പ് ഒരല്പമെങ്കിലും അള്ളാഹുവിൽ ഭയമുള്ള ഓരോരുത്തരും എന്ത് ചെയ്യുക? ഒരല്പം ദിക്ർ സ്വലാത്ത് ചൊല്ലി ഒന്ന് കൈ ഉയർത്തി ഒന്ന് ദുആ ചെയ്തിട്ട് നമ്മൾ കിടന്നുറങ്ങാവും. ഉറങ്ങണ്ടെന്നും പറയുന്നില്ല, രാത്രി മൊത്തവും ഉറക്കമൊഴിച്ചെടുക്കുമെന്നൊന്നും പറയുന്നില്ല. നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ഒരല്പമെങ്കിലും ഒരല്പസമയം അള്ളാഹുവിന് വേണ്ടി മാറ്റിവെക്കുക. കാരണം വെള്ളിയാഴ്ചയാണ് നാളെ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ നാളെ പൊതു അവധിയാണ്. എല്ലാ സ്ഥാപനങ്ങൾക്കും, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധിയാണ്. അതൊരു വലിയ ഖൈറാണ്. കാരണം നമുക്ക് ഒരുപാട് ഇബാദത്തുകൾ നാളെ ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസം കൂടിയാണ്. വെള്ളിയാഴ്ച ദിവസമാണ്, ജുമാ ദിവസമാണല്ലോ. ജുമാക്ക് നമുക്ക് പോകാം, എത്രയോ നന്മകൾ നമുക്ക് ചെയ്യാം. ഒരുപാട് സ്വലാത്തുകൾ പറയണേ, അറിയാവുന്ന സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. നമ്മുടെ നാവ് കൊണ്ട് പറയാൻ വളരെ എളുപ്പമുള്ള സ്വലാത്താണല്ലോ. ഒന്നുകൂടി പറയാം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. ഈ സ്വലാത്ത് കുറച്ച് പറയുക. അതുപോലെ തന്നെ മരണപ്പെട്ടുപോയവരെ സിയാറത്ത് ചെയ്യാനുണ്ട്. അതുപോലെ സ്വതക്കകൾ അധികരിപ്പിക്കുക. പരമാവധി സ്വതക്കകൾ നമ്മൾ അധികരിപ്പിക്കണം. അതുപോലെ ഖുർആൻ പാരായണം, മറ്റ് അദ്കാറുകൾ ഒക്കെ വർദ്ധിപ്പിക്കുക. പിന്നെ കുടുംബത്തിൽ വിശാലത ചെയ്യുക. പിണക്കങ്ങൾ മാറ്റി ഇണങ്ങുന്നവരാവുക. പിണക്കങ്ങൾ മാറ്റുക. ആരോടെങ്കിലും പിണങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ തലകുത്തി മറിഞ്ഞിട്ടൊരു കാര്യമില്ല. മറ്റുള്ളവരോട് പിണങ്ങിയിട്ട് ഉമ്മയോട്, വാപ്പയോട്, ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോട്, കുടുംബാദികളോട് പിണങ്ങിക്കഴിഞ്ഞിട്ട് തലകുത്തി മറിഞ്ഞാലും അല്ലാഹു തആല ആ ഒരു ദുആയും ദിക്റും സ്വലാത്തും ഒന്നും സ്വീകരിക്കില്ല. അതുകൊണ്ട് പിണക്കങ്ങൾ മാറ്റണേ. ഒരു അസ്സലാമു അലൈക്കും ഫോണിൽ ഒരു ടെക്സ്റ്റായിട്ട് അയച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു വോയിസ് അയച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു കോൾ വിളിച്ചാൽ മതി. അല്ലെ, എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് പൊരുത്തപ്പെടാ, എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് പൊരുത്തപ്പെട്. അല്ലേ, ഈ മരുമക്കൾ തമ്മിൽ, അല്ലേ, മൂത്ത മകൻ്റെ ഭാര്യയും ഇളയ മകൻ്റെ ഭാര്യയും എത്രയോ കുടുംബത്തിലുണ്ട്. കീരിയും പാമ്പുമാണ് കണ്ടാൽ. ഈ മുത്തച്ചി ഇളയച്ചി എന്നൊക്കെ പറയും മലബാറിൽ, അല്ലെങ്കിൽ എറണാകുളം ആലപ്പുഴ ഭാഗത്തൊക്കെ ആണെങ്കിൽ ചേട്ടത്തി അനിയത്തി എന്നൊക്കെ പറയും. ഇതിങ്ങനെ കണ്ടാൽ ഇതിനേക്കാൾ വലിയ കീരിമ്പാമ്പ് ഉണ്ടാവില്ല. അതുപോലെ അമ്മായിയമ്മയായിട്ട് പിണക്കത്തിലുള്ളവരുണ്ട്. ചില ഭർത്താക്കന്മാരെ ഭാര്യയുടെ സഹോദരന്മാരുമായിട്ട്, അത് അളിയന്മാരുമായിട്ട് പിണക്കത്തിലുള്ളവരുണ്ട്. കൊച്ചാപ്പയായിട്ട്, മൂത്താപ്പയായിട്ട്, മൂത്തുമ്മയായിട്ട്, പെണ്ണുങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിണക്കത്തിലും കുശുമ്പിലൊക്കെ കഴിയുന്ന എത്രയോ ആളുകളുണ്ട്. എല്ലാം മാറ്റിയാലേ ഈ വീഡിയോ കാണുന്നത് കൊണ്ടും ഇതിൽ പറയപ്പെട്ട കാര്യങ്ങൾ അമൽ ചെയ്യുന്നത് കൊണ്ടും കൂലി ഉണ്ടാവുള്ളൂ. ഒരു ദിക്ർ പറഞ്ഞിട്ട് ഉസ്താദ് ഈ ദിക്ർ ഞങ്ങൾ 1 വർഷമായി പറഞ്ഞിട്ട് ഇതൊന്നും ഒരു ഫലം കിട്ടുന്നില്ലല്ലോ. നിങ്ങൾ ഒരുപാട് ദിക്ർ പറയുന്നുണ്ട്, ഞങ്ങളെല്ലാം ചൊല്ലുന്നുണ്ടോ? ഒന്നുമില്ല. അതിൻ്റെ കാരണം എൻ്റെ കുഴപ്പമല്ല,
ഞാൻ പറഞ്ഞ ദിക്റിൻ്റെ കുഴപ്പമല്ല, ഈ ദിക്ർ എനിക്ക് പറഞ്ഞു തന്നെ എൻ്റെ ഉസ്താദുമാരുടെ കുഴപ്പമല്ല. ആ ഉസ്താദുമാർക്ക് ദിക്ർ പറഞ്ഞു കൊടുത്ത് അങ്ങനെ പോയി മുത്തായ റസൂലിൽ നിന്നായിരിക്കും ആ ദിക്ർ വന്നത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കുഴപ്പമില്ല, കുഴപ്പം നമുക്ക് ഓരോരുത്തർക്കുമാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യമൊന്നും ചെയ്യൂല. എല്ലാവരോടും പിണക്കം, ദേഷ്യം, അസൂയ, കുശുമ്പ്, പരദൂഷണം, ഏഷണി, നിസ്കാരമില്ല, നോമ്പില്ല, വല്ലപ്പോഴും നിസ്കരിക്കും. എന്നിട്ട് ഈ ദിക്ർ പറഞ്ഞ് ദുആ ചെയ്താൽ അള്ളാഹ് സ്വീകരിക്കുമോ? അതുകൊണ്ട് എൻ്റെ മുഅ്മിനെ സ്നേഹത്തോടെ പറയട്ടെ, ആദ്യം എൻ്റെ സ്വന്തം നഫ്സിനോട്, പിന്നെ നിങ്ങൾ ഓരോരുത്തരോടും പറയട്ടെ. ആദ്യം സ്വന്തം നമ്മുടെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കുക, എന്നിട്ട് നമ്മൾ ദുആ എന്നാൽ അള്ളാഹു ദുആ സ്വീകരിക്കും. നാളെ പരിശുദ്ധമായ ആഷുറയുടെ നോമ്പാണ്. ആ നോമ്പിൻ്റെ നിയ്യത്ത് എങ്ങനെയാണ് ഉസ്താദെ എന്ന് പലർക്കും ഇപ്പോഴും സംശയമുണ്ട്. അപ്പോൾ നമുക്ക് നാളത്തെ നോമ്പിന് 3 നിയ്യത്ത് വെക്കാം. ഒന്നാമത്തേത്, ഈ വർഷത്തെ ആഷുറയുടെ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു. ഇതാണ് ഒന്നാമത്തെ നിയ്യത്ത്. രണ്ടാമത്തേത്, പരിശുദ്ധമായ മുഹറം മാസം 1 മുതൽ 30 വരെ അല്ലെങ്കിൽ 29 വരെ നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്താണ്. അപ്പോൾ മുഹറം മാസത്തിൽ നിന്നുള്ള സുന്നത്തായ ഒരു നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു. അത് രണ്ടാമത്തെ നിയ്യത്ത്. പിന്നെ കഴിഞ്ഞു പോയ റമദാനുകളിൽ ഏതെങ്കിലും ഒരു നോമ്പ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ നോമ്പും ഞാൻ ഇതിൻ്റെ കൂടെ ഖളാ വീട്ടുന്നു എന്നും നമുക്ക് നിയ്യത്ത് വെക്കാം. മൊത്തം 3 നിയ്യത്തുണ്ട്. അപ്പം നിയ്യത്തിൻ്റെ കാര്യം മറന്നു പോവണ്ട. അൽഹംദുലില്ലാഹ്, പ്രവാസികളായ ആളുകൾ ഒരുപാട് പേര് നമ്മുടെ വീഡിയോകൾ കാണുന്നുണ്ട്. ഒരുപാട് കമൻറ്റുകൾ, ഒരുപാട് നല്ല നല്ല അഭിപ്രായങ്ങൾ പറയുന്നവരാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല അവരുടെ എല്ലാവരുടെയും എല്ലാ ജീവിതത്തിലും ഖൈറും സലാമത്തും നൽകട്ടെ. അപ്പോൾ പ്രവാസികളായ ആളുകൾ നിങ്ങളും ഈ കാര്യങ്ങൾ പ്രത്യേകം ചെയ്യാനൊക്കെ ശ്രദ്ധിക്കുക. ഇന്നത്തെ മഗ്രിബോട് കൂടിയുള്ള വെള്ളിയാഴ്ച രാവ്, അതുപോലെ മുഹറം 10ന്റെ രാവ്, ഈ സമയങ്ങളിലൊക്കെ ചെയ്യേണ്ട, നമ്മൾ പറയേണ്ട ഒരു കൂട്ടം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ വിശാലമായി നമ്മൾ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുക. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല നമ്മൾ പറഞ്ഞതിനെല്ലാം പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. ഇന്നത്തെ നോമ്പിൻ്റെ പ്രതിഫലം അല്ലാഹു ഒട്ടും കുറയാതെ നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. നാളെയും ഇതുപോലെ ആരോഗ്യത്തോടു കൂടി, ഇതിനേക്കാൾ ആരോഗ്യത്തോടു കൂടി നോമ്പെടുക്കാനും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനും അല്ലാഹു തആല നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.